സാർ, പാകിസ്ഥാനിലെ ആണവ ശാസ്ത്രജ്ഞരെ തെഹ്രീക്ക താലിബാൻ തട്ടിക്കൊണ്ടുപോയി നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു. എന്താണ് ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ? വിട്ടുകൊടുത്തോ? ഇത് ഇപ്പോൾ പല തിയറികൾ വരുന്നുണ്ട് ഇതിനെപ്പറ്റി. ഒന്ന്, ഈ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയി, ആണവ ശാസ്ത്രജ്ഞരെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നത് ഈ TTP, തെഹ്രീക്ക് ഇ താലിബാൻ, പാകിസ്ഥാൻ താലിബാൻ എന്ന് പറഞ്ഞ ഭീകര സംഘടനയിലേക്ക് അമേരിക്കയുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി പാകിസ്ഥാൻ ചെയ്ത ഒരു വ്യാജ തന്ത്രം. അതായത് പാകിസ്ഥാൻ്റെ പട്ടാളം തന്നെ ഇവരെ സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും പാർപ്പിച്ചിട്ട് TTP റാഞ്ചിയതാണെന്നുള്ളൊരു കള്ളക്കഥ പ്രചരിപ്പിക്കുക. അപ്പോൾ പിന്നെ യുറേനിയം കൊള്ള ചെയ്തു എന്നൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആഗോളതലത്തിൽ അത് ഭീഷണിയാവും ജിഹാദികളുടെ കയ്യിൽ ഇത് വരുന്നത്. അപ്പോൾ ഇത് ISI തന്നെ ഉണ്ടാക്കിയ ഒരു വ്യാജ കഥയാണ്, അങ്ങനെ ഒരു തിരക്കഥയാണ് എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ, പക്ഷേ അങ്ങനെയല്ലാതെ ഈ ആണവ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ കഴിയാത്തവർ എങ്ങനെയാണ് ആണവ ബോംബ് സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുക എന്ന് ചോദിക്കുന്നവരും ഉണ്ട്. അതേസമയം ഈ പാകിസ്ഥാൻ്റെ ഔദ്യോഗിക ഭാഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തട്ടിക്കൊണ്ടുപോയത് തന്നെയാണ്, ബന്ദികളെയൊന്നും വിട്ടിട്ടില്ല, 10 ബന്ദികൾ 3 ദിവസമായിട്ട് ഇപ്പോഴും മറ്റേ TTPയുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ട് എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. അപ്പോൾ ഈ പ്രതിസന്ധി, ഇപ്പോഴത്തെ പ്രതിസന്ധി പലരും ചൂഷണം ചെയ്യും എന്ന് പാകിസ്ഥാൻ മന്ത്രിമാർ പറയുന്നുണ്ട്. ആണവ സുരക്ഷ അട്ടിമറിക്കാനുള്ള ശ്രമവും പാകിസ്ഥാനിൽ നടക്കാൻ സാധ്യതയുണ്ട്. ഈ ബലൂചിസ്ഥാനിലെ വാർത്താ മന്ത്രി ജാൻ അച്ചക്സായ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ പാകിസ്ഥാൻ വിരുദ്ധ ആഖ്യാനങ്ങൾ, ഈ ആണവ ശാസ്ത്രജ്ഞരെ റാഞ്ചിയതോടുകൂടി ഇന്ത്യ പാകിസ്ഥാൻ വിരുദ്ധ ആഖ്യാനങ്ങൾ രൂപപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. പാകിസ്ഥാന് വിരുദ്ധമായിട്ട് ഒരുപാട് കഥകൾ ഉണ്ടാക്കുന്നു. ഇൻ്റലിജൻസ് ബ്യൂറോ ഒക്കെ കഥകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ത്യ TTPയെ മഹത്വവൽക്കരിക്കുകയാണ് ഈ ഘട്ടത്തിൽ. കാരണം ആണവ ശാസ്ത്രജ്ഞന്മാരെ തട്ടിക്കൊണ്ടുപോയി യുറേനിയം കട്ടു, ഈ TTP തുടങ്ങിയ വാർത്തകളൊക്കെ വന്നപ്പോൾ ഇന്ത്യക്ക് സന്തോഷമായി. ഇന്ത്യ പുതിയ ആഖ്യാനങ്ങളൊക്കെ പാകിസ്ഥാനെതിരെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. പാകിസ്ഥാനിലാണെങ്കിൽ ആണവ സുരക്ഷ ഇല്ലായ്മ എന്ന് പറഞ്ഞൊരു പ്രശ്നം മുന്നോട്ട് കൊണ്ടുവരാനും ഈ സംഭവം സഹായിച്ചിട്ടുണ്ട് ഇന്ത്യ നോക്കുമ്പോൾ. അങ്ങനെ പിന്നെ വേറൊരു തിയറി വന്നിരിക്കുന്നത്, ഈ TTP, ഈ പാകിസ്ഥാൻ താലിബാൻ ഈ യുറേനിയം കൊള്ള ചെയ്ത് ഇറാന് കൊടുത്തതായിട്ടൊരു തിയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇറാന് കൊടുക്കാൻ വേണ്ടി യുറേനിയം കൊള്ള ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആണവ ശാസ്ത്രജ്ഞരെ തട്ടിക്കൊണ്ടുപോയത് എന്നൊരു തിയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അമേരിക്ക, ഇസ്രയേൽ എന്നിവിടങ്ങളിൽ നിന്ന് ഈ ISI, പാകിസ്ഥാൻ്റെ പട്ടാളം, സഹായം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സഹായം പ്രതീക്ഷിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഈ TTPക്കെതിരെ ഒരു ആഗോള ശ്രദ്ധ ഉണ്ടാക്കിയതാണെന്ന് പറയുന്നവരും ഉണ്ട്. ഈ ശാസ്ത്രജ്ഞന്മാർ തട്ടിക്കൊണ്ടുപോയത് ഈ ലക്കി മാർവാത്ത് ജില്ലയിലാണ്, ഖൈബർ പക്തൂൺവ. ഖൈബർ പക്തൂൺവയിൽ പാകിസ്ഥാന് വലിയ സ്വാധീനമൊന്നുമില്ല. അവിടുത്തെ വിമോചന പോരാളികളാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ജനുവരി 9 ലക്കി മാർവത്ത് ജില്ലയിൽ ഇവരെ ആണവ ശാസ്ത്രജ്ഞരെ റാഞ്ചി കൊണ്ടുപോയത്. അവർ ഗാബിൽ ഖേൽ KPK എന്ന് പറഞ്ഞ ഖനി പദ്ധതിയിലേക്ക് കാറിൽ യാത്ര ചെയ്യുമ്പോഴാണ് തട്ടിക്കൊണ്ടുപോയത്. കാറൊക്കെ കത്തിച്ചു. ഇത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നതാണ്. ഇവർ മറ്റേ ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ആണവ ശാസ്ത്രജ്ഞന്മാർ വീഡിയോ ചെയ്തത് ഈ TTP പുറത്തുവിട്ടിരുന്നു. ആ വീഡിയോ ശരിക്കും ഉള്ളതാണോ എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു വാദമുണ്ട്. ഇത് പാകിസ്ഥാൻ തന്നെ സൃഷ്ടിച്ചതാണോ എന്നുള്ള ആംഗിളിൽ നോക്കുമ്പോൾ TTPയുടെ ആണോ എന്ന്.
ബന്ദികളെ രക്ഷിച്ചതായിട്ടൊരു വാദമുണ്ട്, പക്ഷെ അത് ശരിയല്ല എന്ന് പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു വീഡിയോ വന്നിട്ടുണ്ട്, TTPയുടെ തടവുകാരെ മുഴുവൻ പാകിസ്ഥാൻ മോചിപ്പിക്കണം. ഈ TTPയുടെ പ്രവർത്തകരുടെ കുടുംബാംഗങ്ങളൊക്കെ താമസിക്കുന്ന വീടുകളുണ്ടല്ലോ, അത് പാകിസ്ഥാൻ പട്ടാളം തകർത്തിട്ടുണ്ട്. അപ്പോൾ ആ അങ്ങനെ തകർത്ത വീടുകൾക്കൊക്കെ നഷ്ടപരിഹാരം കിട്ടണം. പിന്നെ കുടുംബാംഗങ്ങൾക്ക് സ്വാതന്ത്ര്യം അനുവദിക്കണം. TTP കുടുംബാംഗങ്ങളെയൊക്കെ ഹറാസ് ചെയ്യുന്നുണ്ട്, ഉപദ്രവിക്കുന്നുണ്ട് പാകിസ്ഥാൻ. അവർക്ക് സ്വാതന്ത്ര്യം വേണം. പിന്നെ ഇതിനു മുമ്പ് കൊന്നിട്ടുള്ള പാകിസ്ഥാൻ താലിബാൻ പോരാളികളുടെയൊക്കെ ജഡങ്ങൾ വിട്ടുകിട്ടണം. ഇങ്ങനെ പറയുന്ന TTPയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആണവശാസ്ത്രജ്ഞന്മാർ അവരുടെ ബന്ദികളായി തന്നെ തുടരുന്നുണ്ട് എന്ന് വേണം കരുതാൻ. റാഞ്ചിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണെന്നുള്ളതും. അപ്പോൾ പകരം ബന്ദികളെ ഈ ജഡങ്ങളൊക്കെ വിട്ട് കിട്ടുകയാണെങ്കിൽ അതിന് പകരം ഞങ്ങൾ പിടിച്ചിട്ടുള്ള ബന്ദികളെ ഈ ആണവശാസ്ത്രജ്ഞന്മാരെ വിട്ടുതരാം എന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആണവശാസ്ത്രജ്ഞന്മാർ അവരുടെ കസ്റ്റഡിയിൽ തന്നെയാണെന്ന് വേണം കരുതാനായിട്ട്. അപ്പോൾ പാകിസ്ഥാൻ പറയുന്നുണ്ട് 3 ദിവസമായി തട്ടിക്കൊണ്ടുപോയിട്ട് മോചിപ്പിച്ചിട്ടില്ല, 10 പേര് ഇപ്പോഴും കസ്റ്റഡിയിലാണ്. നേരത്തെ ഉണ്ടായിരുന്ന റിപ്പോർട്ട് 17 ശാസ്ത്രജ്ഞന്മാരും ജീവനക്കാരും ഒക്കെ പിടിച്ചിട്ടുണ്ട് എന്നാണ്. ഈ ലക്കി മാർവാത്ത്, ഖൈബർ പക്തൂൺഖയിലുള്ള ലക്കി മാർവാത്ത് ജില്ല, അത് പാകിസ്ഥാൻ താലിബാന്റെ താവളമുള്ള സ്ഥലമാണ്. ഏറെക്കാലമായിട്ട് അവരുടെ കൺട്രോളിൽ ആയിട്ടുള്ള സ്ഥലമാണ്. 2022 ഈ ഒരു വെടിനിർത്തൽ കരാറൊക്കെ ഉണ്ടായിരുന്നു. TTP അത് ലംഘിച്ചിരുന്നു 2 കൊല്ലം മുമ്പ്. തെക്ക് പടിഞ്ഞാറൻ ബലൂചിസ്ഥാനിൽ ഇവർ കുറേ സർക്കാർ ഓഫീസുകൾ പിടിച്ചടക്കിയിരുന്നു കുറച്ച് ദിവസത്തേക്ക്. ഒരു ബാങ്ക് കൊള്ള ചെയ്തിരുന്നു. പിന്നെ ധാരാളം അക്രമങ്ങളും അവിടെ TTP നടത്തിയിരുന്നു. സമീപകാലത്ത് അഫ്ഗാനിസ്ഥാനിൽ ഇവരുടെ താവളങ്ങൾ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയിരുന്നു. 16 പാകിസ്ഥാൻ ഭടന്മാരെ ഇങ്ങോട്ട് കയറി ആക്രമിച്ച് കൊന്നതിൻ്റെ പകരം വീട്ടിയതാണ്. അങ്ങനെ ചെയ്തപ്പോൾ സാധാരണ പൗരന്മാരും അതിൽ പെട്ടുപോയി എന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാൻ്റെ വാദം. അഫ്ഗാനിസ്ഥാൻ ഈ TTPയുടെ കൂടെയാണ് ഉള്ളത്. അപ്പോൾ ഗൺ പോയിന്റിൽ തോക്ക് ചൂണ്ടിയിട്ടാണ് ഈ കാറുകളൊക്കെ നിർത്തി ആണവശാസ്ത്രജ്ഞന്മാരെ തട്ടിക്കൊണ്ടുപോയത്. ഗുരുതര രോഗമുള്ള ഒരാളെ അന്ന് മോചിപ്പിച്ചിരുന്നു എന്നാണ് ആദ്യം വന്ന റിപ്പോർട്ടുകൾ. യുറേനിയം കൊള്ള ചെയ്ത് ഇറാന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ലോകത്തിന് വലിയ ഭീഷണിയാണ്. കാരണം ഈ യുറേനിയം സമ്പുഷ്ടീകരിക്കൽ, എൻറിച്ച്മെൻറ്റ് അവിടെ 60% ആയിരുന്നു. 90% ആയി കഴിഞ്ഞാൽ ബോംബ്. അത് പിന്നെ അമേരിക്ക പറഞ്ഞത് 10-15 ദിവസത്തിനകമൊക്കെ കുറേ നാൾ മുമ്പ് പറഞ്ഞിരുന്നത് അവർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാവുന്ന വിധത്തിൽ അവർ എൻറിച്ച്മെൻറ്റിൻ്റെ പക്കത്ത് എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ മറ്റേ ട്രംപ് വന്നു കഴിഞ്ഞാൽ ആക്രമിക്കും, തകർക്കും, പൂർണ്ണമായിട്ട് തകർക്കും. അത് ഭൂമിയുടെ അടിയിലും മല തുരന്നിട്ടുമൊക്കെ ആയതുകൊണ്ട് മുമ്പ് ഈ മൊസാദ് ആക്രമിച്ച് ആണവ കേന്ദ്രങ്ങൾ തകർത്തിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ ഉള്ളതൊക്കെ ഭൂമിയുടെ അടിയിലും മല തുരന്നിട്ടു ആണ്. അപ്പോൾ അത് ലൊക്കേറ്റ് ചെയ്ത് തകർക്കണം എന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ സഹായം ഇസ്രയേലിന് ആവശ്യമുണ്ട്. ആ ഘട്ടത്തിലാണ് ഇങ്ങനൊരു വാർത്ത പാകിസ്ഥാനിൽ നിന്ന് വന്നത്. ഈ കൊള്ള ചെയ്തിരിക്കുന്ന യുറേനിയം ഇറാൻ്റെ കയ്യിലെത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം വരുന്നത്. അപ്പോൾ അങ്ങനെ യുറേനിയം എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നാമത് സമ്പുഷ്ടീകരിച്ച് 60% യുറേനിയം അവരുടെ കയ്യിലുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇപ്പം ഈ ഇവരുടെ പാകിസ്ഥാൻ ഒരു ആണവ ശക്തിയാണ്. 170 ബോംബ് അവരുടെ കയ്യിലുണ്ട്. 200 അവരുടെ ലക്ഷ്യം എന്നൊക്കെ ഈ വാർത്തയുടെ ഭാഗമായിട്ട് വന്നിരുന്നു. അപ്പോൾ ജിഹാദികളുടെ കയ്യിൽ ആണവ ബോംബ് വരുന്നതിൻ്റെ ഒരു ഭീഷണി ആണ്. അപ്പോൾ ഇതിൽ കൂടുതൽ വ്യക്തതകൾ വരാനുണ്ട്. ഇപ്പോൾ ക്യൂബിൾ ഖേൽ ആറ്റമിക് എനർജി മൈനിങ് പ്രോജക്റ്റ് ലക്കി മാർവത്തിൽ അവിടെ ജോലി ചെയ്യുന്ന ആണവ ശാസ്ത്രജ്ഞന്മാരാണ്. അവരെ ഞങ്ങൾ അപകടപ്പെടുത്തില്ല, ഞങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കണം എന്നാണ് പാകിസ്ഥാനോട് TTP പറഞ്ഞിരിക്കുന്നത്. അതേസമയം TTP പട്ടാളത്തിൻ്റെ കച്ചവട കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു പറഞ്ഞ് വേറൊരു ഭീഷണിയും ഇതിൻ്റെ കൂടെ ഉണ്ട്.
ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ, ലോജിസ്റ്റിക്സ് കേന്ദ്രങ്ങൾ, ബാങ്ക് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതുമൊക്കെ ആക്രമിക്കുന്ന TTPയുടെ വേറൊരു ഭീഷണിയും നിൽക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.